രമേശേട്ടാ, എന്റെ നാട്ടുകാർക്കും അതേപോലെ തന്നെ എന്റെ വീട്ടുകാർക്കുള്ള വലിയൊരു സംശയമാണ് ഈ രമേശേട്ടൻ നമ്മളെ ഫ്ലോറിൽ തമാശ പറയൂലേ പ്രോഗ്രാമില്, അതേപോലെ തന്നെ പ്രോഗ്രാമിന്റെ ഇടവേളയിലും തമാശ പറയലുണ്ടോന്ന് അവർക്ക് അറിയാനുള്ള ഭയങ്കര ആഗ്രഹം. പക്ഷെ ഞാൻ വളരെ വ്യക്തമായിട്ട് അവരെ സംശയം തീർത്തു. ഞാൻ പറഞ്ഞു, രമേഷ് പിഷാരടി സാർ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡപ്പ് കോമഡി കൗണ്ടറിന്റെ ഒരു മഹാസാഗരാണ്. അതിപ്പോ സ്പൂൺ കൊണ്ട് കോരി കൊടുക്കേണ്ടവർക്ക് അങ്ങനെ കൊടുക്കും, ബക്കറ്റ് കൊണ്ട് കോരി കൊടുക്കേണ്ടവർക്ക് അങ്ങനെ കൊടുക്കും. ഇനി അതൊന്നും വേണ്ട, 10ന്റെ മോട്ടർ വെച്ച് കൗണ്ടർ അടിച്ച് കൊടുക്കേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കും. ചുരുക്കത്തിൽ പറഞ്ഞ ദ ഇന്ത്യൻ ഓഷ്യൻ ഓഫ് കോമഡി കൗണ്ടർ രാജ വൺ ആൻഡ് ഓൺലി രമേഷ് പിഷാരടി. പ്ലീസ് ക്ലാപ്പ്. കൈയടിക്കിൻ പെണ്ണുങ്ങളെ. രമേശേട്ടാ, ഒന്നും വിചാരിക്കണ്ട, എനക്കൊരു 5 പൈസ നിങ്ങൾ ഇന്ന് തരണ്ട. കാരണം എന്റെ ഇന്നത്തെ കണ്ടന്റ് പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ സിനിമയിലെ കാര്യം തന്നെ എടുത്താല്, ഇപ്പൊ സിനിമയിൽ നായകനും നായികയും തമ്മിലുള്ള കെമിസ്ട്രി നന്നായിട്ട് വർക്കായി കഴിഞ്ഞാല് സിനിമ ക്ലിക്കാവും, ബൂസ്റ്റ് ആവും, ചിലപ്പോ കോടി ക്ലബിൽ വരെ കയറിയെന്ന് വരും. നേരെ മറിച്ച് സ്വന്തം വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കെമിസ്ട്രി മാത്രം വർക്കായിട്ട് ബയോളജിയുടെ പ്രാക്ടിക്കൽ ഒറ്റ വർക്കായിട്ടിലേക്ക് ഉണ്ടല്ലോ, വീടും കത്തും നാടും കത്തും, ആ പഞ്ചായത്തിന്റെ മുക്കാഭാഗം കത്തും. ഒരുമാതിരി എണ്ണപ്പാടത്തിൽ തീ പിടിച്ച മാതിരി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ മലയാള സിനിമയിലേക്ക് കയറണം എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഈ TV താരം എന്നുള്ള പേര് നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ. അങ്ങനെ ഞാനൊരു ഓഡീഷന് പോയിട്ടാകുമ്പോ ഡയറക്ടർ സാർ പറഞ്ഞു, മുകേഷേ ഓക്കെയാന്ന്, ഫിഗർ ഓക്കെയാന്ന്, നീ മകൻ നഷ്ടപ്പെട്ട ഒരു അച്ഛന്റെ വേദന എനിക്ക് അഭിനയിച്ച് കാണിക്കണം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു സാർ, അതിന് നിങ്ങൊന്നിൽ പഠിക്കുന്നു? കഞ്ചാവടിച്ച് മകൻ നഷ്ടപ്പെട്ട അച്ഛന്റെ വേദന എന്റെ അടുത്ത്, ആറ്റുനോറ്റുണ്ടായ മകൻ നഷ്ടപ്പെട്ട അച്ഛന്റെ വേദന ഉണ്ട്. അങ്ങനെ ഒരു 6-7 ടൈപ്പ് അച്ഛന്റെ വേദന എന്റെ അടുത്തുണ്ട്. അപ്പൊ ഡയറക്ടർ പറഞ്ഞു, തൽക്കാലം നീ നിന്റെ അച്ഛനെ പറയിപ്പിക്കാണ്ട് വേഗം വണ്ടി വിട്ടുപോകുന്നു. ശരിക്കും നമ്മൾ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണല്ലോ ബൂസ്റ്റപ്പ് എന്നുള്ള വാക്കെല്ലാം കേൾക്കല്. ബൂസ്റ്റ് യുവർ പോസ്റ്റ്. ബൂസ്റ്റ് ചെയ്യാത്ത പോസ്റ്റ് ഒരുമാതിരി പോലീസുകാരെ പിടിച്ച മണലിൽ ലോറി പോലെ ആയിരിക്കും. അത് പിന്നെ ജീവിതത്തിൽ പുറലോകം കാണില്ല. നേരെ മറിച്ച് ബൂസ്റ്റ് ചെയ്ത പോസ്റ്റ് ഉണ്ടല്ലോ, അത് ശരിക്കും മാർക്കറ്റിൽ നിരത്തി വെച്ച മീനുകളെ പോലെയാണ്. അത് പല ആൾക്കാരും വന്നിട്ട് നോക്കിയിട്ട് പോകും, ചിലവർ വാങ്ങിയിട്ടും പോകും, ചിലവർ കമന്റ് പറയും, ചിലവർ പറയും ആ മത്തീരെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ അതിന്റെ മുഖത്തൊരു വാട്ടുണ്ട്, ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ. ഈ പറയുന്ന കേട്ടാ തോന്നും ഇവന്റെ ഇളയ മോളാണ് ഈ മത്തീന്ന്. ശരിക്കും പറഞ്ഞാല് ആള് കൂടിയെടുത്ത് ഒരു കാര്യം ചെയ്തിട്ട് ക്രെഡിറ്റ് മേടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ കൂട്ടത്തിൽ. അപ്പൊ എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു കുഞ്ഞിരാമേട്ടൻ, ഈ കുഞ്ഞിരാമേട്ടൻ ഒരു ദിവസം ടൗണിലേക്ക് ഇറങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ ആടെ മൂപ്പർക്ക് ക്രെഡിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു വിഷയമില്ല. പെട്ടെന്നാണ് ഒരാള് സ്കൂട്ടി അപകടത്തിൽ പെട്ടിട്ട് അട വീണത്. ഈ കുഞ്ഞിരാമേട്ടൻ കേട്ട പാതി കേൾക്കാത്ത പാതി ഓടിപ്പാഞ്ഞു പോയിട്ട് ഈ ഓഫാവാതെ വീണ് കിടക്കുന്ന സ്കൂട്ടി ഉണ്ടല്ലോ, അത് ആക്സിലേറ്റർ പിടിച്ചിട്ട് ഫുള്ള് റൈസിംഗിൽ അങ്ങോട്ട് പൊക്കിയെടുത്തതും എന്റെ പൊന്ന് സലീമേട്ടാ, കുതിരക്ക് പ്രാന്തളിയിട്ട് കൊള്ളിയാൻ പോകുന്ന പോലെ ഈ കുഞ്ഞിരാമേട്ടനെയും കൊണ്ട് സ്കൂട്ടി 2500 ആഴ്ചയിലെ കൊക്കയിലേക്ക് പോയി മറിഞ്ഞു. ഈ വീണ് പരിക്കേറ്റ ആളുണ്ടല്ലോ, അയാൾ സ്പോട്ടിന് വേറെ ഓട്ടോറിക്ഷാക്കിന് സ്വന്തം വീട്ടിലേക്ക് പോയി. 6 മാസം കഴിഞ്ഞിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് 2500 ആഴ്ചയിലെ കൊക്കയെന്ന് വള്ളി ട്രൗസർ റൂട്ടിൽ സ്കൂട്ടിയും പിടിച്ച് നിൽക്കുന്ന ഒരു അസ്ഥികൂടം കിട്ടി. അതാണ് നമ്മളെ കുഞ്ഞിരാമേട്ടൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ കാക്ക തേങ്ങാപ്പൂള് കൊത്തി പറന്നു പോകുന്ന പോലെ ഈ കുഞ്ഞിരാമേട്ടനെയും കൊണ്ട് സ്കൂട്ടി പറന്നു പോകുന്ന വീഡിയോ ഇല്ലേ, അത് മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട ചെക്കന്മാർക്കല്ലേ ഇപ്പൊ എമ്മാതിരി ഫോളോവേഴ്സ്, ലക്ഷക്കണക്കിന് ആരാധകരും, അതേപോലെ തന്നെ കണക്കില്ലാണ്ടില്ല പൈസ വരുമാനം. പക്ഷെ പെട്ടുപോയത് കുഞ്ഞിരാമേട്ടന്റെ കുടുംബക്കാരാണ്. റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള സകലമാന രേഖയിലും മൂപ്പരെ തൊഴില് തിരുത്തേണ്ടി വന്നു. മുമ്പുണ്ടായത് കുഞ്ഞിരാമൻ കൂലിപ്പണി, ഇപ്പൊ തിരുത്തിയുണ്ടാക്കിയത് ലേറ്റ് കുഞ്ഞിരാമൻ ബൈക്ക് റൈസർ. കാരണം ഡിജിറ്റൽ തെളിവോളം വരൂലല്ലോ രമേശ് ചേട്ടാ വേറൊരു തെളിവും. അതേപോലെ തന്നെ ചിലയാൾക്ക് ഈ ജ്യോത്സ്യന്മാരെ പരിഹാര ബൂസ്റ്റപ്പില്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. എന്റെ ഒരു സുഹൃത്തിന്റെ അനിയത്തി സാവിത്രി റീൽസ് എല്ലാം അത്യാവശ്യം ചെയ്യലുണ്ട്. അപ്പോ ഈ പെണ്ണിന് റീച്ച് കിട്ടാഞ്ഞിട്ട് നേരെ ജ്യോത്സ്യന്റെ അടുത്ത് പോയിട്ട് അവൻ പറഞ്ഞു, സാവിത്രി നാമധേയം, ഇപ്പോ നിങ്ങളെ ചെയ്യുന്ന റീൽസിൽ വരുണന്റെ സാന്നിധ്യം വേണം, ജലത്തിന്റെ സാന്നിധ്യം വേണം. അങ്ങനെ വീട്ടിൽ വന്നിട്ട് മുറ്റത്ത് നിന്നിട്ട് മുകളിലോട്ട് നോക്കിയിട്ട് മഴക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. പിന്നെ മഴ വന്നു, കൂട്ടത്തിൽ ഇടി വന്നു, കൂട്ടത്തിൽ ഇടിയും മിന്നലും കൂടി ഒന്നിച്ചു വന്നു. ഇത് കഴിഞ്ഞപ്പാട് ആകപ്പാടെ കുടുംബത്തിന് ബാക്കി കിട്ടിയത് 250 ഗ്രാം ചാരവും പപ്പടം പാറ്റിയ ഫിഗറിലുള്ള ഒരു മൊബൈലും. ബാക്കെല്ലാം മഴവെള്ളത്തിൽ ഒളിച്ചിട്ട് അങ്ങോട്ട് പോയി.
ഇപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ ആര്യെ നോക്കിക്കോ, യൂട്യൂബിൽ തണ്ടസാവിത്രി എന്നുള്ള വീഡിയോ അടിച്ചു നോക്കിയോ, ആ വീഡിയോ വൈറലാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ബൂസ്റ്റർ മാർക്കിൽ ഒരു അവാർഡ് നമ്മ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കല്യാണ ബ്രോക്കർമാർക്ക് കൊടുക്കണം. എത്ര സത്യസന്ധമായിട്ടാണ് അവര് കള്ളങ്ങൾ ബൂസ്റ്റ് ചെയ്ത് പറയുന്നല്ലേ. ഇപ്പൊ ഒരു ചെക്കനെ കുറിച്ചിട്ട് പറയുമ്പോ പറയും, ചെക്കൻ എന്ന് പറഞ്ഞാൽ വളരെ ഡീസന്റ് ആയിട്ടുള്ള ഒരു ചെക്കനാണ്. ഓൻ ആകപ്പാടെ തിരിച്ചറിയുന്ന 3 പെണ്ണുങ്ങൾ, 4 പെണ്ണുങ്ങളല്ല കേട്ടോ, 4 പെണ്ണുങ്ങൾ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന്റെ ആണല്ലോ. 3 പെണ്ണുങ്ങളിൽ 1 പെണ്ണുങ്ങള് അമ്മ, 2 എണ്ണം എന്റെ പെങ്ങന്മാർ. ഇനി ഫേസ്ബുക്കിൽ എങ്ങാനും മാറിയിട്ട് ഒരു പെണ്ണിന്റെ ഫ്രണ്ട് റിക്വസ്റ്റ് വന്നാലോ, അപ്പൊ തന്നെ പോയി സെർച്ച് ചെയ്തിട്ട് അത് സ്വന്തം പെങ്ങന്മാരതാണോ നോക്കിയിട്ട് മാത്രമേ ഓൻ സ്വീകരിക്കും. സ്വർണം വരെ 916 ഇവൻ 1000 പെണ്ണിനെ കുറിച്ച് പറയുമ്പോ പറയും, എന്റെ ബ്രോക്കർ ലൈഫിൽ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു പെണ്ണിന. ചക്കന്മാറെ മുഖത്ത് നോക്കൂലെന്ന് മാത്രല്ല, സ്വന്തം വീട്ടിലെ കണ്ണാടിയിൽ ഓളം മുഖം തന്നെ ഓൾ നോക്കൂല, അത്രയും ഡീസന്റ് എന്ന് പറയും. എന്റെ ഒരു അഭിപ്രായത്തില് എന്റെ ബേബി സാറെ, പരസ്പരം മുഖം നോക്കാത്ത ആണും പെണ്ണും തമ്മിൽ കല്യാണം കഴിച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഭാവിയിൽ അവര് പൂമ്പാറ്റ കൃഷിയോ വണ്ട് കൃഷിയോ തുടങ്ങേണ്ടി വരും. എന്താ പറയാ, പരാഗണം നടക്കണ്ടേ. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് എന്റെ ഭാര്യയും ഞാനും തമ്മില് കെമിസ്ട്രിയിൽ നല്ല കെമിസ്ട്രി ഇല്ലെങ്കിലും ബയോളജിയിൽ ഭയങ്കര കെമിസ്ട്രിയാണ്. ഞാൻ വീട്ടില് ഒരു ദിവസം വെറുതെ ഇരിക്കുന്ന സമയത്ത് ഓൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇങ്ങോട്ട് വാ, 1 ഗ്ലാസ് ചൂടുവെള്ളം വെക്ക്. ഞാൻ പറഞ്ഞു, ചൂടുവെള്ള നീയാ എന്നോടോ എന്ന് പറഞ്ഞത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഒരുമാതിരി മീൻവണ്ടിയിലെ ട്യൂബ്ലെസ് ടയർ പൊട്ടിത്തകരുന്ന പോലത്തെ ശബ്ദം കേട്ടിന്, വേറൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ ഓർമ്മ വരുന്ന സമയത്ത് എന്റെ പല്ല് സെറ്റ് പല്ലാണ്, അത്രേ ഉള്ളൂ. ഈ ഒരു പ്രശ്നത്തിന് ശേഷം എന്റെ പൊന്ന് രമേശ് ചേട്ടാ, പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ട് റെഡ് അലേർട്ടിലും പ്രശ്നം തീർന്നിട്ട, ഓറഞ്ചിലും തീർന്നിട്ട, വിബ്ജിയോർ അലേർട്ട് പ്രഖ്യാപിച്ചു. കാരണം അതിലാകുമ്പോ എല്ലാ കളറും ഉണ്ടല്ലോ, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഒരു രാഷ്ട്രീയക്കാരന്റെ കുതന്ത്രം. താങ്ക് യു.